ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഫുൾ ഡേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, പല ദിവസങ്ങളും പല രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കാക്ക വയ്യാത്തതുകൊണ്ട് ലീവാണ്. പിന്നെ ഇന്ന് എൻ്റെ അനിയത്തി വരുന്നുണ്ട് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്, കോളേജ് ലീവായപ്പോൾ. അപ്പം ഏതായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. കാക്കി ഉണ്ടല്ലോ. അയറിന് പിന്നെ ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലാണ്. പിന്നെ അയറിന് അന്നത്തെ ദിവസത്തെ ടൈം ടേബിൾ നോക്കി പുസ്തകമൊക്കെ എടുത്ത് വെക്കലും കാര്യങ്ങളിലൊക്കെയാണ്. അടുക്കളയിലും ഇടയ്ക്ക് പോയി നോക്കും, അവൾക്കുള്ളത് ബുക്കും എല്ലാം റെഡിയാക്കി വെക്കും. അപ്പോൾ ആ പണിയിലൊക്കെയാണ്. അപ്പോൾ അനിയത്തി ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോക്കുള്ള യൂണിഫോമൊക്കെ തലേന്ന് തന്നെ അയൺ ചെയ്ത് വെക്കും. കാരണം രാവിലത്തെ ആ തിരക്കിൽ എന്തായാലും അയൺ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മോക്ക് കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിലേക്കുള്ള വെള്ളവും സ്നാക്സും ഒക്കെ ആക്കുകയാണ്. ആൾ നല്ല ഉറക്കമാണ് കേട്ടോ, ഇതുവരെ എണീറ്റിട്ടില്ല. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എണീപ്പിക്കൽ. 9:30 ബസ് വരിക. അപ്പോൾ ഇതാ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഈ പാമ്പറിങ് ഒക്കെ വേണം, അത് നിർബന്ധമാണ്, എന്നാലേ മൂഡ് ശരിയാവുള്ളൂ. അപ്പോൾ സ്നാക്സിന് ഇന്ന് ആപ്പിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്പിളാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പഴം, അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വീട്ടിലത്തെ സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരുള്ളൂ. ബേക്കറി, ബിസ്ക്കറ്റ്സ് അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകലില്ല. അപ്പോൾ ഞാനിതാ ആളൊന്ന് എണീപ്പിച്ച് ഏകദേശം ഒന്ന് റെഡിയാക്കിയതിൻ്റെ ശേഷം കിറ്റൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീണ്ടും ആൾ സോഫയിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഒരു ചിരിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മടിയുണ്ട് പോവാൻ. അപ്പോൾ ആളെ വേഗം കുളിപ്പിച്ച് മാറ്റി കൊടുക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിനുണ്ടാട്ടോ എത്ര ചിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും പരാതിയാണ്, വേഗം സ്കൂൾ വിടുമോ, ഇന്ന് എത്ര സമയം വരെ ഉണ്ട്, അങ്ങനത്തെ ചോദ്യങ്ങളാണ് രാവിലെ തന്നെ. ഇന്ന് കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കാം കേട്ടോ. ഇതൊക്കെ പിന്നെ ഇഷ്ടമാണ്, ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പോയാൽ എല്ലാവരും ചോദിക്കും ആരാണ് മുടി കെട്ടി തന്നത്, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങാനൊക്കെ. അപ്പം മോള് സാധാരണ ചായ കുടിച്ചിട്ടാണ് മാറ്റി കൊടുക്കൽ. ചില സമയങ്ങളിൽ ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെയാണ് ചായ കുടിക്കുക. അപ്പം ഇന്നിപ്പോൾ ആദ്യം മാറ്റലൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ചായ കുടിച്ചത്. സാധാരണ ഇക്കാക്ക് ലീവുള്ള ദിവസം ഇക്കാക്കാണ് കൊണ്ടാക്കി കൊടുക്കൽ സ്കൂളിൽ. പക്ഷേ ഇന്നിപ്പം മോള് സ്കൂൾ ബസ് തന്നെയാണ് പോകുന്നത്. ഇക്കാക്കക്ക് പിന്നെ ഇന്ന് ചെറിയൊരു വയ്യായി ഉള്ളതുകൊണ്ടാണ് ഷോപ്പിൽ പോവാത്തത്. അപ്പോൾ ഇതാ ഇക്കാക്കി എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അയറിന് പിന്നെ ചായ കുടിക്കുമ്പോൾ അപ്പോഴത്തേന് മൂഡ് മാറിയിട്ടുണ്ടേനു. പിന്നെ ചെറിയ കരച്ചിലൊക്കെ ആയിട്ടുണ്ടേനു, ചായ കുടിക്കാനൊക്കെ മടിയായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് മൂഡ് ശരിയാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പിണങ്ങിയിരിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എല്ലാവരും വീഡിയോയിൽ കാണട്ടോ എന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ, സ്കൂളിൽ എത്തിയാൽ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾ ഹാപ്പിയാണെന്ന് ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ പറയുമോ ആൾ നല്ല ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ അതാ ഞാൻ അവൾക്ക് ഷോക്സ് ഷൂ ഒക്കെ ഇട്ടെടുത്ത് ഞാനും പാറ്റി പെട്ടെന്ന് തന്നെ ബസ്സിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട്, ഞങ്ങളവിടെ മൊത്തം വയലായതുകൊണ്ട് അവിടെയുള്ള തോട്ടിലൊക്കെ മീനുള്ളതും എല്ലാം നോക്കി അങ്ങനെ മെല്ലെ മെല്ലെയാണ് പോവുക. വെള്ളം കയറിയ സമയത്ത് ഇവിടെയൊക്കെ മൊത്തം വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അയറിൻ്റെ കൂടെ ബസ്സിൽ പോകുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് ആദി. അപ്പോൾ അയറിന് ഇഷ്ടമാണ് കേട്ടോ, ആദി ചേച്ചീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുള്ളതിനോണ്ട് മടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി പോവും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോകാനുണ്ടേനു. അപ്പോൾ ഇതാ കകനെയും കൂട്ടി പോവാണ് കേട്ടോ, ബീഫും കാര്യമൊക്കെ വാങ്ങാനുണ്ടേനു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിച്ചത്. ചായ എടുത്ത് വെച്ചിട്ട് കുറേ സമയമായിട്ടുണ്ടെങ്കിലും ചായ കുടിച്ചത് ആ സമയത്തായിരുന്നു. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിൻ്റെ ശേഷമാണ് പണിയിലേക്ക് ഇറങ്ങിയത്. കുറച്ച് പാത്രം കഴുകാനും പിന്നെ അവൾ വരുമ്പോഴത്തേന് ഫുഡൊക്കെ ആക്കി വെച്ചാൽ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കുകയാണ്. അവളൊരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് നെയ്ച്ചോറും ബീഫും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ വൃത്തിയാക്കിയിട്ട് പിന്നെ ഉള്ള പണിയിലേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ബീഫൊക്കെ ഇക്കാക്ക അരിയാൻ സഹായിച്ചിരുന്നുണ്ട് കേട്ടോ. ഇക്കാക്കക്ക് ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും ബീഫൊക്കെ വാങ്ങി മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ഇക്കാക്ക തന്നെയാണ് ചെയ്യൽ. കാരണം ഇക്കാക്കൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക എപ്പോഴും അങ്ങനെ ആക്കി തരലുണ്ട്. അപ്പോൾ ഇത് ആളെത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ അവൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ വേഗം
ഈ പണിയൊക്കെ ഫുഡിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെന്താ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ്. അപ്പം അവൾ വന്നതിന് ശേഷം പിന്നെ അവളാട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വീഡിയോ എടുത്തത്. ഞാൻ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുക്കലാണ്. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ ബീഫ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്, പിന്നെ പരിപ്പിൻ്റെ ഒരു തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ പണിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവൾ വന്നപ്പോൾ അവളും സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് വാഷ് ചെയ്യൽ. അപ്പോൾ വാഷ് ചെയ്യുന്ന ദിവസം അന്ന് തന്നെ ആയിപ്പോയി. പിന്നെ ഞങ്ങളൊരു ടി വി ഇല്ല, അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒരു പ്രൊജക്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു മോൾക്ക് കാർട്ടൂണൊക്കെ കാണാൻ. അപ്പോൾ അതിലിങ്ങനെ ഫിലിം വെച്ചിട്ട് അത് കണ്ടുകൊണ്ടും കേട്ടോണ്ടൊക്കെയാണ് പണികളൊക്കെ നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചു വാരി അടുക്കളൊക്കെ വൃത്തിയാക്കി തുടച്ചെടുത്തു. പിന്നെ വാഷിങ് പിന്നെ അവിടെ നടന്നോളല്ലോ. ആ സമയം പപ്പടം പൊരിക്കലും ബീഫ് ഫ്രൈ ചെയ്യലൊക്കെ നടന്നു. കാക്ക തൈര് സെറ്റാക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കള തുടച്ചെടുക്കുക. കാരണം ആകെയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള തുടച്ച് വൃത്തിയാക്കി. ഇനി എനിക്ക് കുളിക്കാനുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്തതൊക്കെ ആറിയിടാമെന്ന് വിചാരിച്ചു. പാണ്ടിപ്പടം മൂവി ആയിരുന്നു കേട്ടോ കണ്ടത് ഇത്ര നേരം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുഡ് കഴിക്കാനിരുന്നു. അനിയത്തി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാനായിട്ട് വരുന്നത്. എപ്പോഴും വന്ന് പോകാമെന്നല്ലാതെ ആൾ തീരെ വരലില്ല നിൽക്കാനൊന്നും. അപ്പോൾ അയറിൻ കുറേ ദിവസമായി വിളിക്കുന്നു 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നതാണ് കേട്ടോ. അയറിൻസ് മോം ചിക്കിയിടുകയാണ്. ഇക്കാക്കനോട് ഞാനൊന്ന് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ എടുക്കുകയാണ്. എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അയറിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. 4:20 ആകുമ്പോഴാണ് ബസ് വരിക. അപ്പോൾ ഇങ്ങനെ മെല്ലെ പതുക്കെ അവിടെയൊക്കെ കണ്ട് നടന്ന് അവിടെ എത്തുമ്പോഴത്തേന് ബസ് വരാനാവും. അങ്ങനെ ബസ് വരുന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ആൾ വന്നപ്പോൾ തന്നെ ചോദിച്ചത് മേമ വന്നിട്ടുണ്ടോ എന്നാണ്. മേമ എന്താണ് സ്കൂൾ ബസ്സിൽ നിന്ന് വരുമ്പോൾ വിളിക്കാൻ വരാത്തതെന്നാണ് ചോദിച്ചത്. മേമ വരുമ്പോൾ എന്തായാലും മിഠായും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന അവൾക്ക് നന്നായിട്ടറിയാം. അപ്പോൾ വന്നപാട് ഭയങ്കര ഷോപ്പിങ്ങില്ല കേട്ടോ. അപ്പോൾ അവൾ ഒരു വീടിൻ്റെ ഒരു സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അയറിന് കളിക്കാൻ. അപ്പോൾ അത് കിട്ടിയ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. ഒരു നല്ലൊരു വീടിൻ്റെ ഒരു സെറ്റായിരുന്നു. സോഫ സെറ്റും ആൾക്കാരും എല്ലാം ഉള്ളൊരു മൊത്തത്തിലുള്ളൊരു വീടിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ പിന്നെ പോയി നോക്കുന്നത് പപ്പ ലീവാണല്ലോ. അപ്പോൾ പപ്പ ഇവിടെ ഉണ്ടാവും എന്ന് അറിയുന്നതിനോട് പപ്പനെ പോയി നോക്കുകയാണ്. പപ്പ ഇപ്പോൾ നല്ല ഉറക്കിലാണ് ആ സമയം. പിന്നെ ഞാൻ അവളെ കിറ്റിലുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി പോവുകയാണ്. വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സും പിന്നെ അവൾ ലഞ്ചിന് കൊണ്ടുവന്ന പ്ലേറ്റും എല്ലാം അപ്പം തന്നെ വാഷ് ചെയ്ത് വെക്കും. എന്നാൽ പിന്നെ പിറ്റേന്ന് രാവിലെ അതെടുത്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് മേമ ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവളാണ് ചോറ് കൊടുക്കുന്നത്. ചില സമയം ചോറ് തിന്നും, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ കഞ്ഞിയാണ് കുടിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഇനി എന്തായാലും ചായക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ച് പാൽ ചായ ആണ് കേട്ടോ ആക്കുന്നത്. അയറിൻ ഈ സമയമൊക്കെ നല്ല കളിയാണ് കേട്ടോ. ആ പുതിയ കളിപ്പാട്ടം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ നല്ല കളിയാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് എൻ്റെ അമ്മായിൻ്റെ വീടുണ്ട് തൊട്ടടുത്ത്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് കരുതി നിൽക്കുകയാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ 3 ആളും അവിടെ നിന്ന് ജസ്റ്റ് നടന്ന് പോകാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. ഫുള്ള് വയലൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. അങ്ങനെ അവിടെ ആകുമ്പോൾ കുറേ കുട്ടികളുണ്ടല്ലോ, അമ്മായിൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ അയറിന് അവിടെ പോകുന്നത് ഇഷ്ടമാണ്. കാരണം പിന്നെ അതാ അയറിന് ഹോംവർക്കൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ രാത്രി ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോവാണ്. ഞങ്ങൾ 3 ആളും ട്രിപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ പോകുന്നത്. കാരണം 3 പേർക്ക് ഒരുമിച്ച് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം. ഇങ്ങനെയായിരുന്നു. എല്ലാ ദിവസങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.